വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. വയനാട്ടിലും ആറ്റിങ്ങലിലും 23 പത്രിക സമർപ്പിച്ചു. കുറവ് ഇടുക്കിയിലാണ്. 9 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8 ആണ്. നിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി ആകെ 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. അവസാന ദിനം മാത്രം സമർപ്പിച്ചത് 149 പത്രികകൾ. 303 പത്രികകളിൽ കാസർഗോഡ് 11, കണ്ണൂർ 17, വടകര 15, കോഴിക്കോട് 19, മലപ്പുറം 14, പൊന്നാനി 18, പാലക്കാട് 13, ആലത്തൂർ 10, തൃശൂർ 13, ചാലക്കുടി 16, എറണാകുളം 18, കോട്ടയം 15, ആലപ്പുഴ 14, മാവേലിക്കര 12, പത്തനംതിട്ട 11, കൊല്ലം 12, തിരുവനന്തപുരം 20 എന്നീ നിലയിലാണ് പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് വയനാട്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ്. 23 വീതം. ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കിയിൽ. 9 പത്രികകളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ആറ്റിങ്ങലിലെ ശോഭാ സുരേന്ദ്രനും പത്രികകൾ പുതുക്കി നൽകി. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായെന്ന സത്യവാങ്മൂലത്തോടെയാണ് പുതുക്കിയ പത്രിക. കഴിഞ്ഞ മാസം 28-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 8 ആണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം എന്നാണ് CPIM അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് CPIMന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കോഴ അഴിമതി ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ കണ്ണീർ നാടകവുമായി MK രാഘവൻ. ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നിൽ കോഴിക്കോട്ടെ CPIM എന്ന് മറുപടി പറയണമെന്നും രാഘവൻ പറഞ്ഞു. കോഴയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ MK രാഘവന് കഴിഞ്ഞില്ല. വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാൻ ആവാതെ പ്രതിരോധത്തിൽ ആവുകയായിരുന്നു MK രാഘവൻ. പുറത്തുവന്ന വീഡിയോയ്ക്ക് പിന്നിൽ തന്റെ ശബ്ദമാണെന്ന് ആദ്യം സമ്മതിച്ച രാഘവൻ പിന്നീടത് എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. ചോദ്യങ്ങൾക്ക് മുൻപിൽ കണ്ണീർ പൊഴിച്ചായിരുന്നു പിന്നീട് മറുപടി. എനിക്ക് ഒറ്റ അഭ്യർത്ഥന മാത്രമേ നിങ്ങളോടുള്ളൂ. നിങ്ങളെല്ലാം അറിയുന്നവരാണ്, നിങ്ങളെല്ലാം പരിശോധിക്കേണ്ടവരാണ്. എന്നെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും കൃത്യമായും നിങ്ങൾ പരിശോധിക്കണം, പഠിക്കണം. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കാൻ എനിക്ക് ബാക്കിയില്ല. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിയ MK രാഘവന് പകരം മറുപടി പറയാൻ എത്തിയ DCC പ്രസിഡന്റ് പീപ്പിൾ TVക്കെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. സംസാരിക്കാത്തതായ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് അത് പിന്നെ ദേശാഭിമാനിയിൽ വലിയ വാർത്ത, പീപ്പിളിൽ ചർച്ച, ഇതൊക്കെയായി സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായി ഏറ്റെടുത്ത് ഇത് വളരെ മോശമായ തലത്തിൽ പോവുക. അതിപ്പോഴും നടക്കുക. വാർത്തയ്ക്ക് പിന്നിൽ CPIM ആണെന്നും ദേശീയ ചാനലുമായി CPIMന് ബന്ധമുണ്ടെന്നും സിദ്ദിഖ് ആരോപിച്ചു. 2 കോടി രൂപ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈക്കമാൻഡ് നൽകുമെന്ന രാഘവന്റെ പ്രസ്താവനയോടെ പണത്തിന്റെ സ്രോതസ് എവിടെയെന്ന ചോദ്യവും ഉയരുന്നു. എന്നാൽ ഇതിനൊന്നും കോൺഗ്രസിന് മറുപടിയുണ്ടായിരുന്നില്ല. സൗമ്യനായെത്തിയ MK രാഘവന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത് നാടകീയ രംഗങ്ങളോടെയായിരുന്നു. മേഘമാധവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായി ദിലീപ് ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളോടും ഇന്ന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രതികളും ഹാജരായാൽ പ്രാരംഭവാദം ഉൾപ്പെടെ നടപടികളിലേക്ക് കോടതി കടക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് CBI കോടതിയിലേക്ക് മാറ്റിയത്. വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്നുള്ള ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഹൈക്കോടതി നടപടി. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിയണമെന്ന ദില്ലി ഹൈക്കോടതി വിധി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജനറൽ ലിമിറ്റഡ് കെട്ടിടം ഒഴിയണമെന്ന ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് പാട്ടക്കാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന
കണ്ടെത്തലിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേണലിനോട് കെട്ടിടം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിനെതിരായിരുന്നു വിധി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്ന, ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കണ്ണൂരിൽ മുസ്ലിം പള്ളികളിൽ CPIM ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയവർ കുടുങ്ങും. വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്തണമെന്നും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് പരാതി നൽകിയത്. വളർത്തുക ലക്ഷ്യം വച്ച് വ്യാപകമായ നുണപ്രചരണമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്നത്. CPIMനെതിരെയും LDF നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെയുമാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം. കണ്ണൂർ ജില്ലയിൽ മുസ്ലിം പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നു, പള്ളിയിൽ ഖബറടക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ്. CPIM നേതാക്കളെ കൊലയാളികൾ എന്ന് മുദ്രകുത്തിയുള്ളതാണ് മറ്റൊരു പ്രചരണം. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഇത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ തെളിവായി നൽകിയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരാതി നൽകിയത്. ചില സ്ഥലപ്പേരുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തികച്ചും വ്യാജമായ പ്രചാരവേലയാണ് നടത്തുന്നത്. അത് നടത്തുന്നവരുടെ ലക്ഷ്യം നാട്ടിൽ സാമുദായികമായ സ്പർദ്ധ ഇളക്കി വിടാനാണ്, മതവൈര്യം സൃഷ്ടിക്കാനാണ്. വ്യാജ പ്രചാരവേലയും കള്ളവും പ്രചരിപ്പിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ UDF ആണ്. ഈ പ്രചാരവേല നടത്തുന്ന കേന്ദ്രം കണ്ടെത്തണം. UDF ആണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിന് പിന്നിലെന്ന് CPIM ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, DGP, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ജനപ്രാതിനിധ്യ നിയമം, IT ആക്ട് തുടങ്ങിയവ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ കേസെടുക്കണം എന്നാണ് പരാതിയിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാട്ടും നൃത്തവുമായി ആഘോഷരാവൊരുക്കി കൈരളി TV കോട്ടക്കൽ ഫെസ്റ്റ്. ചലച്ചിത്ര പിന്നണി റിയാലിറ്റി ഷോ താരങ്ങൾ വേദിയിലെത്തിയതോടെ കോട്ടക്കൽ ആവേശക്കടലായി. ആവേശം നിറഞ്ഞ ചുവടുകളോടൊപ്പം ജനപ്രിയ ഗായകരുമെത്തിയതോടെ കോട്ടക്കൽ അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. കുട്ടിപ്പട്ടുറുമാൽ ഫെയിം യുംന അജിൻ, പിന്നണി ഗായകരായ നജിം അർഷാദ്, ശ്രീനാഥ് ശിവശങ്കരൻ, ജിഷ നവീൻ തുടങ്ങിയവർ ഇശൽ മഴ പെയ്യിച്ച രാവിൽ റിമി ടോമി എത്തിയത് ആവേശം വാനോളമുയർത്തി. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടി. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരുക്കി വന്ന പാട്ടല്ല, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോ തോന്നി പാടാൻ. കോട്ടക്കൽ ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് കൈരളി TV ആഘോഷരാവൊരുക്കിയത്. ചടങ്ങിൽ PM വാര്യർ, UA നസീർ, NAMK ഫൗണ്ടേഷൻ ചെയർമാൻ NA മമ്മൂട്ടി തുടങ്ങിയവരെ ആദരിച്ചു. കൈരളി TV മാർക്കറ്റിംഗ് വിഭാഗം തലവന്മാരായ B പ്രതാപ് ചന്ദർ, AS ജയശങ്കർ, AJ പീറ്റർ, അജയൻ അമ്പലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വടകരയെ ആവേശക്കടലാക്കി LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പൊതുപര്യടനം തുടരുന്നു. പേരാമ്പ്ര മണ്ഡലത്തിൽ ആവേശകരമായ വരവേൽപ്പാണ് P ജയരാജന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൊതുപര്യടനത്തിനോടൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. പേരാമ്പ്രയിലെ ഒരു ഗ്രാമത്തിൽ P ജയരാജനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ യുവാക്കളുടെ സാന്നിധ്യം കാണാം, യുവതികളുണ്ട്, പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികൾ വരെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ മലയോര മേഖലയിൽ നിന്നായിരുന്നു P ജയരാജന്റെ പര്യടനം ആരംഭിച്ചത്. ഓരോ കേന്ദ്രത്തിലും നൂറുകണക്കിന് പേർ പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തി. കൊടുംചൂടിനെ പോലും വകവെക്കാതെയായിരുന്നു വോട്ടർമാർ P ജയരാജനെ സ്വീകരിക്കാനെത്തിയത്. പ്രായമായവരും കുട്ടികളും യുവതി യുവാക്കളുമെല്ലാം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. വടകര തിരിച്ചുപിടിക്കുമെന്ന് P ജയരാജൻ പറഞ്ഞു. വടകര ഇത്തവണ തിരിച്ചുപിടിക്കും. അത്
ഇത്രയും ദിവസങ്ങളിലെ പ്രവർത്തനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ പറ്റും, വടകര ഇപ്പോൾ ഈ തവണ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും നല്ല ഭൂരിപക്ഷത്തോടെ. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പൊതുപര്യടനത്തിനൊപ്പം കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VK സജീവനും പൊതുപര്യടനം ആരംഭിച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ, കോഴിക്കോട്. ഇന്നസെന്റിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കുട്ടികളുടെ കലാസംഘം പെരുമ്പാവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് തെരുവു നാടകവും പാട്ടുകളുമായി ബാലസംഘത്തിലെ കുട്ടികളെത്തിയത്. രാജ്യത്തെ സമാധാനം നശിപ്പിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ പ്രചാരണം കാണാൻ നാട്ടുകാരും എത്തി. വെമുല മുതൽ ജമ്മു കാശ്മീരിലെ ആസിഫ വരെ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തെ ബാല്യങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുട്ടികൾ വരച്ചുകാട്ടി. ആ കള്ളമാപ്പിളയുടെ കഥ ഇന്ന് തീരണം. ഇന്ത്യ ഹിന്ദുവിന്റെ ഭാരത് മാതാ കീ ജയ്. പശുവർച്ചയല്ലേ ഞങ്ങളുടെ ഗോമാതാവിനെ കൊന്ന അവിശ്വാസി പിടിക്കണേ വേനൽ തുമ്പി കലാജാഥകളുമായി എല്ലാ അവധിക്കാലത്തും ബാലസംഘം എത്താറുണ്ട്. എന്നാൽ ഇടമഴ പെയ്തു തണുത്ത പെരുമ്പാവൂരിൽ ഇക്കുറി വേനൽ തുമ്പികൾ എത്തിയത് ഇന്നസെന്റിന് വേണ്ടിയായിരുന്നു. രാജ്യത്തെ 5 വർഷം കൊണ്ട് തകർത്തെറിഞ്ഞ മോദി സർക്കാരിന്റെ നോട്ട് നിരോധനവും കർഷക ആത്മഹത്യയും സ്ത്രീ പീഡനങ്ങളും എല്ലാം കുട്ടികൾ കഥകളായും കവിതകളായും നാടകങ്ങളായും അവതരിപ്പിച്ചു. രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക കൈകളിലേന്തി പിന്തേ വരുന്നവർക്കു വേണ്ടി അലകടലിൻ ഉച്ചത്തിൽ ആർത്തു വിളിച്ചവൻ അഭിമന്യു. കുട്ടികളുടെ പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് പെരുമ്പാവൂരിൽ ലഭിച്ചത്. ബസ്സിൽ കടന്നുപോകുന്ന യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും വാഹനം നിർത്തി പരിപാടികൾ ആസ്വദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തും. സിറ്റിംഗ് MP കൂടിയായ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വേണ്ടി 2 ഇടങ്ങളിൽ കോടിയേരി വോട്ട് അഭ്യർത്ഥിക്കും. വൈകിട്ട് 3 മണിക്ക് മുരിക്കാശ്ശേരിയിലും തുടർന്ന് രാജാക്കാട്ടും നടക്കുന്ന പരിപാടികൾ കോടിയേരി ഉദ്ഘാടനം ചെയ്യും. പുതുതലമുറയിൽ വോട്ടിൽ കണ്ണുവെച്ചാണ് മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ പ്രചരണം മുന്നേറുമ്പോൾ പുതിയ വോട്ടർമാരെയും മാറ്റം ആഗ്രഹിക്കുന്നവരുടെയും പ്രതീക്ഷയായി മാറാൻ സാനുവിന് കഴിഞ്ഞു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ സാനു വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കന്നി വോട്ടർമാർക്ക്. രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു തുടങ്ങിയ തലമുറ മലപ്പുറത്തും മാറ്റം ആഗ്രഹിച്ചു തുടങ്ങി. അധികാരം ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്കിടയിൽ നിന്നും ഞങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ആളാണ് സാനുക്ക. അപ്പോൾ ഒരു മതനിരപേക്ഷതയുള്ള ഒരു സർക്കാരാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു യുവജന പ്രതിഭ എന്ന നിലയിൽ സാനുക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിടയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും പ്രാവശ്യം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉറപ്പായി സാനുക്കാക്കനെ വോട്ട് ചെയ്യും. യുവതലമുറ ആവേശത്തോടെ സാനുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. 3 തവണ മണ്ഡല പര്യടനം പൂർത്തീകരിച്ച് പ്രചരണത്തിൽ സാനു ഏറെ മുന്നോട്ടുപോയി. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി വയനാട്ടിലായിരുന്നതിനാൽ ഇന്നും പ്രചരണത്തിനില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ജനാധിപത്യ സംസ്കാരം സംഘപരിവാറിന് തൊട്ടു തീണ്ടിയിട്ടില്ലെന്നും MA ബേബി. എന്നാൽ ഇതിനെ നേരിടാൻ ചരിത്രപരമായ ബാധ്യതയുള്ള കോൺഗ്രസ് അത് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ വർഗീയതയാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. പെരുമ്പാവൂരിൽ ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ജനാധിപത്യ സംസ്കാരം സംഘപരിവാറിന് തൊട്ടു തീണ്ടിയിട്ടില്ല. അതിനെ വിമർശിച്ച് തുറന്നുകാട്ടാൻ ചരിത്രപരമായി ചുമതലയുള്ള കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യങ്ങൾ മറന്നുകൊണ്ട് BJP ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ന്യൂനപക്ഷത്തിന്റെ കാര്യമൊന്നും അധികം പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ നിലപാടിൽ നിൽക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്നതിന്റെ തെളിവാണ് ഇന്നലെ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ
വീര്യം കുറഞ്ഞ വർഗീയതയുടെ ഒരു പ്രകടന പത്രികയായി കൂടിയാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുങ്ങാൻ നിൽക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചവറ ഇടപ്പള്ളിക്കോട്ടയിലും അഞ്ചാലുമൂട്ടിലും കണ്ണനല്ലൂരിലും രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുകൂടിയ ജനങ്ങൾക്ക് മുമ്പാകെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന സംശുദ്ധവും സത്യസന്ധവുമായ പൊതുപ്രവർത്തനങ്ങളെ പ്രതിപാദിച്ചത്. 3 വർഷം മുമ്പ് TV തുറന്നുവെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിനായതും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വർഗീയത പരത്തുന്ന BJP രാഷ്ട്രീയവും പിണറായി വിജയൻ അക്കം വിട്ട് നിരത്തി. കാലുമാറ്റ രാഷ്ട്രീയക്കാരെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. BJP നേതാക്കൾ ഇവരിൽ പലരും നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നവരാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? അതിന് ഏതെങ്കിലും മാറ്റം കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പോഴും അത് തുടരുകയാണല്ലോ. ആര് എപ്പോ BJPയിലെത്തും എന്നത് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ആയിരക്കണക്കിന് പേരാണ് ചവറ ഇടപ്പള്ളിക്കോട്ടയിലും അഞ്ചാലുമൂടും കടന്നല്ലൂരിലും രാഷ്ട്രീയ ഭേദമന്യേ തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിച്ചവരെ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പറഞ്ഞു. ഇരവിപുരം മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു ബാലഗോപാൽ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചാത്തന്നൂരിലും BJP സ്ഥാനാർത്ഥി കുണ്ടറയിലും വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥലം ബൈപ്പാസ് റോഡിന് ഇരുവശങ്ങളിലെ സർക്കാർ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ. ഇടത് സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് തൊഴിലാളികളുടെ വക സ്വീകരണം. റോസാപ്പൂക്കളും മാലയും കൊണ്ട് സ്ഥാനാർത്ഥിക്ക് ആശംസകൾ. എല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ച ബാലഗോപാൽ തൊഴിലാളികളോട് ഇക്കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമില്ലായിരുന്നെങ്കിൽ ഈ ഫാക്ടറി പ്രവർത്തിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. നിങ്ങളുടെ യൂണിയൻ ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം നാട്ടിൽ തൊഴിൽ കിട്ടുക എന്നുള്ളതിന് ഒരു രാഷ്ട്രീയമുണ്ട്. വലതുപക്ഷ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചാത്തന്നൂരിലും BJP സ്ഥാനാർത്ഥി KV സാബു കുണ്ടറയിലും തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മധുരരാജ രാജയുടെ രണ്ടാം വരവാണെന്ന് സിനിമയിലെ നായകൻ മമ്മൂട്ടി. നന്മയുടെ ഭാഗത്തു നിൽക്കുന്ന സിനിമയാണ് മധുരരാജയെന്നും എല്ലാ തരക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഇതെന്ന് മമ്മൂട്ടി പറഞ്ഞു. മധുരരാജ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായ് ബുർജ് ഖലീഫയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മമ്മൂട്ടി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. രാജയുടെ രണ്ടാം വരവാണ് മധുരരാജയെന്ന് മമ്മൂട്ടി പറഞ്ഞു. എല്ലാത്തരം ആൾക്കാരെയും എല്ലാ പ്രായത്തിലുള്ളവരെയും ആകർഷിക്കുന്ന സിനിമയാകും ഇത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സിനിമ കൂടിയാണ് മധുരരാജ എന്ന് മമ്മൂട്ടി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായ് ബുർജ് ഖലീഫയിലെ അർമാനി ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. പറയാൻ പറ്റില്ല, രാജയുടെ രണ്ടാം വരവാണ്. രാജ മാത്രമേ രാജയിൽ 2-3 സമയങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. പോക്കറ്റ് രാജ ആദ്യത്തെ പടം അതിൽ മനോഹരൻ മംഗളോദയം, പിന്നെ അമ്മാവൻ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ നെടുമുടി വേണു ചെയ്ത റോളും, പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടറും ഈ പടത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. മധുരരാജയുടെ അണിയറ പ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ അനുഭവങ്ങളുമായി എത്തുന്ന മധുരരാജ എല്ലാ അർത്ഥത്തിലും വിഷുക്കണിയായി മാറുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. അഭിനേതാക്കളായ സലീം കുമാർ, അനുശ്രീ, രമേഷ് പിഷാരടി, ബൈജു ജോൺസൺ, ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്ൻ, നിർമ്മാതാവ് നെൽസൺ, മിഥുൻ രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈശാഖ് സംവിധാനം ചെയ്ത മധുരരാജ ഏപ്രിൽ 12-നാണ് ലോകത്തെല്ലായിടത്തുമുള്ള തിയേറ്ററുകളിൽ എത്തുക. ടി ജമാലുദ്ദീൻ, ദുബായ്. BSNL-ൽ കൂട്ട പിരിച്ചുവിടവ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 54,000 ജീവനക്കാരെ പിരിച്ചുവിടും. BSNL ഡയറക്ട് ബോർഡ് പിരിച്ചുവിടാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകി. 50 വയസ്സ് കഴിഞ്ഞവർക്ക് സ്വയം വിരമിക്കൽ പ്രഖ്യാപനവും ടെലികോം മന്ത്രാലയം തീരുമാനിച്ചു. സ്വകാര്യ മൊബൈൽ കമ്പനികളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തെ തുടർന്ന് സാമ്പത്തികമായി തകർന്ന BSNL-ൽ ഇനി കൂട്ടപ്പിരിച്ചുവിടലിന്റെ കാലം. കഴിഞ്ഞ ദിവസം ചേർന്ന BSNL ഡയറക്ട് ബോർഡ് പിരിച്ചുവിടാനുള്ള ജീവനക്കാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തു. 54,000 ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാകും. ഇതുകൂടാതെ MTNL-ലും സമാനമായ നടപടിയുണ്ടാകും. 50 വയസ്സ് കഴിഞ്ഞ BSNL MTL ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ നടത്താനുള്ള ശുപാർശയും ടെലികോം മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നു.
ഇതിനായി ടെലികോം മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ സമീപിക്കും. ടെലികോം മേഖലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിടൽ നടപടി. ഇന്ത്യയിലാകമാനം 22,000 ജീവനക്കാരുള്ള MTNL-ൽ 16,000 പേരും 1.76 ലക്ഷത്തോളം ജീവനക്കാരുള്ള BSNL-ൽ 50% ജീവനക്കാരും അടുത്ത 5-6 വർഷത്തിനുള്ളിൽ വിരമിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പായതിനാൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് കനത്ത തിരിച്ചടി നൽകും എന്നതിനാൽ നടപടികൾ വൈകിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കനത്ത സാമ്പത്തിക നഷ്ടത്തിലാണ് BSNL. സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ശമ്പളവും മുടങ്ങി. ഇതിനെതിരെ ജീവനക്കാർ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ടെലികോം മേഖലയിൽ NDA സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകിയതോടെയാണ് BSNL-ന്റെ തകർച്ച ആരംഭിച്ചത്. സ്പെക്ട്രം ലൈസൻസുകൾ പോലും സർക്കാർ സ്ഥാപനത്തിന് ലഭിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. MK രാഘവനെതിരെ സിറ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ ഹിന്ദി ചാനലിനെ അഭിനന്ദിച്ചും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചൌഹാൻ രംഗത്ത്. MPമാരുടെ അഴിമതിയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി അന്വേഷിക്കണം. സിറ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ മഹാരാഷ്ട്രയിലെ MPയെ തിരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യനാക്കണമെന്നും പൃഥ്വിരാജ് ചൌഹാൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ 3 MPമാരടക്കം 18 MPമാർ കുടുങ്ങിയ സ്റ്റിംഗ് ഓപ്പറേഷനെ പിന്തുണച്ചും ന്യായീകരിച്ചും കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പൃഥ്വിരാജ് ചവാൻ രംഗത്തെത്തി. ചാനൽ നടത്തിയത് അഭിനന്ദനാർഹമായ കാര്യം. എന്താണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. സംശുദ്ധമായ തെരഞ്ഞെടുപ്പിനാണ് ചട്ടങ്ങളുള്ളത്. അതുപോലും കാറ്റിൽ പറത്തിയാണ് അഴിമതിക്കാരായ MPമാർ പ്രവർത്തിക്കുന്നത്. कि उन्होंने एक बहुत बड़ी सच को उजागर किया जो सब लोग जानते हैं क्या हो रहा है. देखिए, साफ तौर से भारत के चुनाव आयोग ने जो एक सीमा रेखा बना के रखी है उसका उल्लंघन हुआ है. अब ये जिम्मेदारी है चुनाव आयोग की कि वो पूरी तरह से निष्पक्ष रूप से इस पूरी बात की जांच करें और अगर ये उम्मीदवार जो भाजपा के हैं वो दोषी पाए गए तो उनकी उम्मीदवारी निरस्त की जाए, उनको चुनाव न लड़ने दिया जाए. മഹാരാഷ്ട്രയിലെ വർദ്ധയിൽ നിന്നും BJP MP രാംദാസ് സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയിരുന്നു. MK രാഘവൻ 20 കോടി രൂപ പ്രചാരണത്തിന് വേണമെന്ന് പറഞ്ഞെങ്കിൽ 25 കോടി രൂപ ചെലവാകുമെന്നാണ് മഹാരാഷ്ട്ര MP പറയുന്നത്. ഇത്തരക്കാരെ തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യരാക്കണമെന്നും പൃഥ്വിരാജ് ആവശ്യപ്പെടുന്നു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഉൾപ്പെട്ട MPമാരെ വെട്ടിലാക്കി. ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച MK രാഘവന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ് കോൺഗ്രസ് മുതിർന്ന നേതാവായ പൃഥ്വിരാജിന്റെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയരുന്നു. കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ് തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് സംശയത്തിന് ഇടയാക്കുന്നത്. സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമാണ് ഈ രംഗത്ത് യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത അഭിഭാഷകന്റെ റിപ്പോർട്ട്. കേരള ജനത ഒരേ മനസ്സോടെ അതിജീവിച്ച മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് ജേക്കബ് അലക്സിന് കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധമാണ് സംശയത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ്. ചെങ്ങന്നൂർ സ്വദേശിയായ അഭിഭാഷകൻ ഡാം മാനേജ്മെന്റ് വിദഗ്ധനോ കാലാവസ്ഥ വിദഗ്ധനോ അല്ല. ഈ വിഷയത്തിൽ ഇദ്ദേഹം യാതൊരു പഠനവും നടത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് പകർപ്പും നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കി വിഷയം മാറ്റുകയും ചെയ്തു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചർച്ചാ വിഷയമാകുമ്പോൾ പ്രളയത്തിന് ശേഷം സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടും പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി ഉണ്ടായ അതിവർഷമാണ് പ്രളയ കാരണമെന്ന് ഡേറ്റകളുടെയും വസ്തുതകളുടെയും സഹായത്തോടെയാണ് കമ്മീഷൻ വിശദീകരിച്ചത്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിചിത്രവാദത്തെ നിശിതമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഡാമുകൾ നേരത്തെ തുറക്കാതിരുന്നതാണ് പ്രളയ കാരണമെന്ന വാദത്തെയും സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയും പഠനം നടത്തിയിരുന്നു. IIT മദ്രാസും പർഡ്യൂ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനത്തിലും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ വരെ പ്രളയം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഒരേ സമയം മാധ്യമങ്ങൾക്ക് നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി LK അദ്വാനി. ആദ്യം രാജ്യം, പിന്നെ പാർട്ടി, അതിനുശേഷം മാത്രം വ്യക്തികളെന്ന് അദ്വാനി. വിയോജിക്കുന്നവരെ രാജ്യവിരുദ്ധരായി കാണുന്ന നിലപാട് അല്ലെന്നും BJP സ്ഥാപക ദിനത്തോടനുബന്ധിച്ചെഴുതിയ ബ്ലോഗിൽ അദ്വാനി വ്യക്തമാക്കി. താനാണ് പാർട്ടി സ്ഥാപകനെന്നും അദ്വാനി ഓർമ്മിപ്പിക്കുന്നു. നേതൃരംഗത്തുനിന്നും മോദി അകറ്റി നിർത്തിയ LK അദ്വാനി മൗനം വെടിഞ്ഞ് വിമർശനവുമായി രംഗത്തെത്തി. പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എഴുതിയ ബ്ലോഗിൽ BJPയുടെ ഇപ്പോഴത്തെ പോക്കിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് BJP സ്ഥാപിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലെന്ന് പരോക്ഷമായി ചൂണ്ടിക്കാട്ടി തുടങ്ങുന്ന ബ്ലോഗിൽ വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വിയോജിക്കുന്നവരെ രാജ്യവിരുദ്ധരായി കാണുന്നതല്ല നയം. ആദ്യം രാജ്യം, പിന്നീട് പാർട്ടി, അതിനുശേഷം വ്യക്തി എന്ന ആശയത്തിലാണ് BJP സ്ഥാപിച്ചതെന്നും മോദിയുടെ ഏകാധിപത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് LK അദ്വാനി തുറന്നെഴുതുന്നു. ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന പാർട്ടിയാണ് BJP എന്നും മോദി, അമിത്ഷാ നേതൃത്വത്തെ അദ്വാനി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനു ശേഷം എഴുതുന്ന ആദ്യ ബ്ലോഗിൽ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നുണ്ട്. മോദി പ്രധാനമന്ത്രിയായതോടെ അദ്വാനിയെ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഒഴിവാക്കി. ഏറ്റവും അവസാനം ലോക്സഭാ സീറ്റ് പോലും പഴയ ഗുരുനാഥന് നരേന്ദ്രമോദി നൽകിയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.